ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് എന്ന ഈ ചാനലിൽ ക്ലാസ് 5 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. മലയാളം എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. എല്ലാവർക്കും അറിയാം, ആദ്യത്തെ ആക്ടിവിറ്റി കമ്പൽസറി ആണ്. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. അപ്പോൾ അതിൽ നമുക്കറിയാം, ഒരു പോയം ഇവിടെ ഒരു പോയാണ് തന്നിട്ടുള്ളത്. ചിലപ്പോൾ ഒരു പാസേജ് ആയിരിക്കും. ആ പോയം നമ്മൾ ശ്രദ്ധയോടെ വായിക്കുക. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളുണ്ടാവും. ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു പോയത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോയം നല്ല ശ്രദ്ധയോടെ വായിക്കുക. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ നമുക്ക് 5 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ അതാരും മിസ് ചെയ്യരുത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. Kind hearts are the gardens. Kind hearts are the gardens. Kind words are the roots. Kind thoughts are the flowers. Kind deeds are the fruits. Take care of your garden and keep out of the weeds. Fill it with sunshine. Kind words and deeds. അപ്പോൾ ഒരു ഗാർഡനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഗാർഡൻ എന്ന് പറയുന്നത് എന്താണ്? നല്ല തോട്ട്സും നല്ല വേർഡ്സും, കൈൻഡ് വേർഡ്സ്, കൈൻഡ് ഹെഡ്സ്, കൈൻഡ് തോട്ട്സ്, കൈൻഡ് ഡീഡ്സ്, ഇതുകൊണ്ടുള്ളൊരു ഗാർഡനാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അതെന്താ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ കൈൻഡ് ഹാർട്ട്സ് ആർ കമ്പയർഡ് ടു? ഇവിടെ കൈൻഡ് ഹാർട്ട്സ് എന്തിനോടാണ് കമ്പയർ ചെയ്തതെന്ന്. അപ്പോൾ കൈൻഡ് ഹാർട്ട്സ് ആർ കമ്പയർഡ് ടു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? കൈൻഡ് ഹാർട്ട്സ് എന്ന് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയുണ്ട്. കൈൻഡ് ഹാർട്ട്സ് ആർ ദ ഗാർഡൻസ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടെ കൈൻഡ് ഹാർട്ട്സ് ആർ കമ്പയർഡ് ടു ദി ഗാർഡൻസ് എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം വായിച്ചാൽ മതി. അപ്പോൾ കമ്പയർഡ് ടു ദി ഗാർഡൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ പോയം വാണ്ട്സ് ടു ടേക്ക് കെയർ ഓഫ് അവർ. ഈ ഇതിൽ എന്ത് ടേക്ക് കെയർ ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വേർഡ്സ്, ഹാർട്ട്സ്, തോട്ട്സ്, ഡീഡ്സ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ടേക്ക് കെയർ ഓഫ് യുവർ ഗാർഡൻ ആൻഡ് കീപ്. അപ്പം ദ പോയം വാണ്ട്സ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഹാർട്ട്സ്. എന്താണ്? ഹവർ ടേക്ക് കെയർ ഓഫ് ഹവർ ഹാർട്ട്സ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. വി ഷുഡ് ഫിൽ ദ ഗാർഡൻ വിത്ത്. നമ്മൾ എന്തുകൊണ്ടാണ് ഗാർഡൻ ഫില്ല് ചെയ്യാൻ പറഞ്ഞത്? ഫിൽ വിത്ത് സൺഷൈൻ, കൈൻഡ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വി ഷുഡ് ഫിൽ ദ ഗാർഡൻ വിത്ത്. അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ എഴുതിയാൽ മതി. വിത്ത് സൺഷൈൻ, കൈൻഡ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഇനി അടുത്തത്, വാട്ട് വുഡ് ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദ ഗാർഡൻ. ഗാർഡനിൽ വരാതെ സൂക്ഷിക്കേണ്ടത് എന്താണ്? വീഡ്സ്, ഫ്ലവേഴ്സ്, സൺഷൈൻ. അപ്പോൾ വീഡ്സ് ആണ് ഗാർഡനിൽ വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. വീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളകൾ. ഓക്കെ. ഇനി അടുത്ത ഫൈൻഡ് ഔട്ട് ദ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഇൻ ദ പോയം. അപ്പോൾ റൈമിംഗ് വേർഡ്സ് നമുക്കറിയാമല്ലോ. നമ്മൾ അറ്റത്ത് നോക്കിയാൽ നമുക്ക് റൈമിംഗ് വേർഡ്സ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ. റൂട്ട്സ്, ഫ്രൂട്ട്സ്. അപ്പോൾ രണ്ടും എൻഡ് ചെയ്യുന്ന എസ് എന്ന ശബ്ദത്തിലാണ്. അപ്പോൾ ഇത് രണ്ടും റൈമിംഗ് വേർഡ്സ് ആണ്. അതേപോലെ ഗാർഡൻ, ഫ്ലവേഴ്സ്, രണ്ടും എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് റൂട്ട്സ്, ഫ്രൂട്ട്സ്, പിന്നെ ഒരുപാടുണ്ട്. ദ വീഡ്സ്, ഡീഡ്സ്. ഓക്കെ. വീഡ്സ്, ഡീഡ്സ്, ഇതും നമുക്ക് എഴുതാം. അങ്ങനെ ഒരുപാട് പേര് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഒന്നിടവിട്ടുള്ള വരികളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഗാർഡൻ, ഫ്ലവർ, റൂട്ട്സ്, ഫ്രൂട്ട്സ്, അതെല്ലാം ഫീഡ്സ്, ഡീഡ്സ്. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്തു അല്ലേ? 5 മാർക്ക് എല്ലാം. നമ്മൾ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കുകയാണ്. ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. അത് ഈവൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ നോക്കൂ. ഇവിടെ Ammu and Arun saw a magic mirror in the attic. 1, 2, 3, both Arun and Ammu stepped into the mirror. Suddenly, they found themselves in a forest. They walked through the forest. Describe the events
based on the pictures below. അപ്പോൾ 4 ഈവൻസ് ഉണ്ട്. അമ്മുനും അരുണും എന്ത് കിട്ടി? ഒരു മാജിക് മിറർ കിട്ടി. അപ്പോൾ ആ മിററിൻ്റെ മുന്നിലിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ അവരെന്താണ് ഫോറസ്റ്റിലെത്തി. അപ്പോൾ എന്താ നമുക്ക് ആദ്യത്തെ എന്ത് എഴുതാം? അമ്മു ആൻഡ് അരുൺ ആർ വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ്. They are walking in the forest. They saw a mango tree full of mangoes. അവരെന്താ കണ്ടത്? A mango tree full of mangoes. They saw a mango tree full of mangoes. പിന്നെ തേർഡിൽ എന്താ പറഞ്ഞത്? അവർ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? They asked the monkey to give some mangoes. കുറച്ച് മാംഗോ തരാൻ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, മങ്കിനോട് പറഞ്ഞിട്ടുണ്ടാവും. The monkey gave them fruits, അല്ലെങ്കിൽ monkey gave them mangoes and they said goodbye to monkey. അപ്പോൾ they said goodbye to monkey. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനിലുള്ളത്. ഇതേപോലെ തന്നെയല്ല ഇനി വേറെ പാറ്റേണിലും ക്വസ്റ്റ്യൻ വരാം. എന്തായാലും ഇത് ഇനി വരില്ല, ഇനി വേറൊരു തരത്തിലുള്ള പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്തായാലും വരും. അപ്പം നിങ്ങൾ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ ലാംഗ്വേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ലവണ്ണം വായിക്കുക, സ്വന്തമായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ യാഷുക്കി ചാനാണ്. യാഷുക്കി ചാൻ വാസ് എക്സൈറ്റഡ്. ഹീ ക്ലൈംബഡ് എ ട്രീ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ യാഷുക്കി ചാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. എന്തുകൊണ്ടാണ്? അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവനൊരു മരം ചാടുന്നത്. വെൻ യാഷുക്കി റീച്ച്ഡ് ഹോം ഹിസ് മദർ ആസ്ക്ഡ് യാഷുക്കി യു ലുക്ക് വെരി ഹാപ്പി, വാട്ട് ഹാപ്പൻ? യാഷുക്കി നീ ഭയങ്കര ഹാപ്പി ആണല്ലോ, എന്താ? നമുക്ക് റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ യാഷുക്കി ചാൻ ആൻഡ് ഹിസ് മദർ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ച് വേണം, 4 സംഭാഷണമെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്? യാഷുക്കി ചാൻ ഗുഡ് ഈവനിങ് മോം. മദർ ഗുഡ് ഈവനിങ് യാഷുക്കി. ഇറ്റ് സീംസ് ദാറ്റ് യു ആർ വെരി ഹാപ്പി. നിന്നെ കണ്ടിട്ട് നീ വളരെ ഹാപ്പി ആണെന്ന് തോന്നല്ലോ. യാസ് മോം യു ആർ റൈറ്റ്. മോം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വാട്ട് ഈസ് ദ റീസൺ? യാഷുക്കി ചാൻ ടുഡേ ഈസ് എ മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഐ ടു കുഡ് ക്ലൈംബ് എ ട്രീ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ മെമ്മറബിൾ ഡേ ആണ് എൻ്റെ ലൈഫിൽ. ഞാനും ഒരു മരം കയറി. അതാ വാട്ട്? ഹൗ വാസ് ഇറ്റ് പോസിബിൾ? മരം കയറിയോ? അതെങ്ങനെ സംഭവിച്ചു? യാഷുക്കി ചാൻ ടോട്ടോ ചാൻ മൈ ഫ്രണ്ട് ഹെൽപ്ഡ് മീ ടു ക്ലൈംബ് എ ട്രീ. അപ്പോൾ ടോട്ടോ ചാനാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയും. അത് ഇറ്റ് ഈസ് അപ്രീഷിയബിൾ. അത് വളരെ പ്രശംസനീയം തന്നെ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇതിനി ആവർത്തിക്കരുത്. യാഷുക്കി ചാൻ ഓക്കെ മോം, ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ മോം, നല്ല ആൻസറിനുള്ള കുട്ടി. ഇത് എൻ്റെ ഫസ്റ്റും ലാസ്റ്റും ആയ അറ്റംപ്റ്റാണ്, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ ഒന്നും കൂടി വായിച്ചു നോക്കാം. ഗുഡ് ഈവനിങ് മോം. ഗുഡ് ഈവനിങ് യാഷുക്കി. ഇറ്റ് സീംസ് ദാറ്റ് യു ആർ വെരി ഹാപ്പി. യെസ് മോം യു ആർ റൈറ്റ്. What is the reason? Today is a memorable day in my life. I too could climb a tree. What? How was it possible? Toto-chan, my friend helped me to climb a tree. It is appreciable. Don't repeat this. Okay mom, it is my first and last attempt. ഇപ്പോൾ നമ്മൾ ഒരു കോൺവെർസേഷനാണ് പഠിച്ചത്. ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. ഇനി നമുക്ക് അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. Some events in the story Rikki Tikki Tavi are given below. അപ്പോൾ റിക്കി ടിക്കി താവി എന്ന സ്റ്റോറിയിലെ കുറച്ച് ഈവൻറ്റ്സ് ഇവിടെ തന്നിരിക്കുകയാണ്. ദേ ആർ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. ശരിയായ രീതിയിലല്ല അതിവിടെ തന്നിരിക്കുന്നത്. ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാണ്. വളരെ സിമ്പിളാണ്. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ആദ്യം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നാഗ് ആൻഡ് നാഗിന ആർ ദ കോബ്ര ഡിസൈഡഡ് ടു കിൽ ടെഡീസ് ഫാദർ. ടെഡീസ് ഫാദറിനെ കൊല്ലാൻ നാഗൻ നാഗിന തീരുമാനിച്ചു. ടെഡി സോ എ മംഗൂസ് ലൈയിങ് വെറ്റ് ഓൺ ദ ഗ്രാസ്. ഒരു മംഗൂസ് കിടക്കുന്ന കണ്ടു. റിക്കി സേവ്ഡ് ടെഡീസ് ഫാദർ. റിക്കി ടെഡീസ് ഫാദറിനെ സേവ് ചെയ്തു. റിക്കി ടിക്കി ജംപ്ഡ് ഓൺ ടു നാഗ്സ് ഹെഡ് ആൻഡ് ഡഗ് his teeth into the snake's flesh. Last one, Teddy and his father saved the mongoose and named it Rikki Tikki Tavi. അപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ മെയിൻ ഈവൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഇതൊന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ടെഡി സോ എ മംഗൂസ് ലൈയിങ് വെറ്റ് ഓൺ ദ ഗ്രാസ്. അതാണ് ഇവിടെ ഫസ്റ്റ് നടന്നത്. എന്താണ്? ടെഡി സോ എ മംഗൂസ് ലൈയിങ്
വെറ്റ് ഓൺ ദ ഗ്ലാസ്. ഇനി സെക്കൻഡ് ഈവൻ്റ് എന്താണ്? ടെഡി ആൻഡ് ഹിസ് ഫാദർ സേവ്ഡ് ദ മംഗൂസ് ആൻഡ് നെയിംഡ് ഇറ്റ് റിക്കി ടിക്കി താവി. അതാണ് രണ്ടാമത്തെ ഈവൻസ്, ലാസ്റ്റ് വൺ. ഇനി മൂന്നാമത് നടന്നത് എന്താണ്? നാഗ് ആൻഡ് നാഗിന ദ കോബ്രാസ് ഡിസൈഡഡ് ടു കിൽ ടെഡീസ് ഫാദർ. അതാണ് മൂന്നാമത്തെ ഈവൻറ്റ്. ഇനി ഫോർത്ത് ഈവൻ്റ് എന്താണ്? റിക്കി ടിക്കി ജംപ്ഡ് ഓൺ ടു നാഗാസ് ഹെഡ് ആൻഡ് ഡഗ് ഹിസ് ടീത്ത് ഇൻ ടു ദ സ്നേക്സ് ഫ്ലഷ്. അതാണ് നാലാമത്തെ ഈവൻറ്റ്. ഇനി ലാസ്റ്റ് ഈവൻ്റ് എന്താ? റിക്കി സേവ്ഡ് ടെഡീസ് ഫാദർ. അപ്പം നമ്മൾ ആ ഒരു സ്റ്റോറി വായിച്ചാൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അല്ലെങ്കിൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ എല്ലാവരും അത് കറക്റ്റ് എഴുതണം. അപ്പോൾ ഓരോ ഈവൻസും ശരിയാക്കി എഴുതിയാൽ ഓരോ മാർക്കാണ്. 5 ഈവൻസും നിങ്ങൾ കറക്റ്റ് ഓർഡറിലാണ് നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. നമുക്ക് അടുത്ത നമുക്ക് നോക്കാം ആക്ടിവിറ്റി 5. ദ പൈഡ് പൈപ്പർ ഓഫ് ഹാംലിൻ ആസ്ക്ഡ് ദ മേയർ ഫോർ ഹിസ് റിവാർഡ്. അപ്പോൾ റിവാർഡിന് വേണ്ടിയിട്ട് മേയറോട് പൈഡ് പൈപ്പർ ചോദിക്കുകയാണ്. ബട്ട് ദ മേയർ ഡോണ്ട് ഗിവ് ഹിം ദ റിവാർഡ് ഈ ഹാഡ് ഓഫേർഡ്. അപ്പോൾ ഓഫർ ചെയ്ത റിവാർഡൊന്നും ആര് കൊടുക്കുന്നില്ല? ആ മേയർ കൊടുക്കുന്നില്ല. ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ. ഞാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. തോട്ട് ദ പൈഡ് പൈപ്പർ. അപ്പോൾ കുഴലത്തുകാരൻ മനസ്സിൽ വിചാരിക്കാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. റൈറ്റ് ദ തോട്ട്സ് ഓഫ് പൈഡ് പൈപ്പർ. അപ്പോൾ അയാളുടെ തോട്ട്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 5ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. വാട്ട് എ ചീറ്റിങ്, എന്തൊരു ചതിയാണ്. അൺഎക്സ്പെക്റ്റഡ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദ മേയർ ഓൾറെഡി അഡ്മിറ്റഡ് ദാറ്റ് ഹി വുഡ് ഗീവ് മീ 10,000 ഗോൾഡ് കോയിൻ ഇഫ് ഐ ഡ്രൈവ് ഹെവേ ഓൾ ദ റൈറ്റ്സ്. അപ്പോൾ മേയർ ഓൾറെഡി അഡ്മിറ്റഡ് ദാറ്റ്, അയാൾ സമ്മതിച്ചതാണല്ലോ. മേയർ ഓൾറെഡി അഡ്മിറ്റഡ് ദാറ്റ് ഹി വുഡ് ഗീവ് മീ, അയാൾ എനിക്ക് തരും. എത്ര തരും? 10,000 ഗോൾഡ് കോയിൻ, 10,000 ഗോൾഡ് കോയിൻ എനിക്ക് തരും. ഇഫ് ഐ ഡ്രൈവ് എവേ ഓൾ ദ റൈറ്റ്സ്, ഞാൻ എല്ലാ റൈറ്റ്സിനെയും തുരത്തി ഓടിച്ചാൽ എനിക്ക് $10,000 തരാമെന്ന് ആ മേയർ പറഞ്ഞതാണ്. ബട്ട് ആഫ്റ്റർ ഐ സക്സസ്ഫുള്ളി ഡിഡ് മൈ ജോബ് ഹി റെഫ്യൂസ്ഡ് ടു ഗിവ് മി ദ എമൗണ്ട് ഇൻ ഫുൾ. പക്ഷേ അത് കഴിഞ്ഞ് ഐ സക്സസ്ഫുള്ളി ഡിഡ് മൈ ജോബ്, ഞാൻ വിജയകരമായി എൻ്റെ ജോബ് പൂർത്തിയാക്കി. ഈ റെഫ്യൂസ്ഡ് ടു ഗീവ് മീ ദ എമൗണ്ട് ഇൻ ഫുൾ, പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അയാൾ എനിക്ക് മുഴുവൻ എമൗണ്ടും തന്നില്ല. ഐ വിൽ ടീച്ച് ഹിം എ ലെസൺ, ഞാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. സോ ദാറ്റ് ഹി വോണ്ട് ചീറ്റ് എനിമോർ. ഞാനൊരു പാഠം പഠിപ്പിക്കും. എങ്ങനത്തെ പാഠം? ഇനി ഒരിക്കലും അയാൾ ഒരാളും ചതിക്കില്ല. ഐ വിൽ ഫിൽ ദിസ് കൺട്രി ഫുൾ ഓഫ് മൈസ്, ഞാൻ ഈ രാജ്യം മുഴുവനും എലികളെ കൊണ്ട് നിറയ്ക്കും. ഓക്കെ, അപ്പോൾ അയാളുടെ മനസ്സിലുള്ള തോട്ട്സാണ്. ഒന്നും കൂടി വായിക്കാം. വാട്ട് ഈസ് ചീറ്റിംഗ്? അൺഎക്സ്പെക്റ്റഡ്. ദ മേയർ ഓൾറെഡി അഡ്മിറ്റഡ് ദാറ്റ് ഹി വുഡ് ഗിവ് മീ 10,000 ഗോൾഡ് കോയിൻ ഇഫ് ഐ ഡ്രൈവ് അവേ ഓൾ ദ കാറ്റ്സ്. ബട്ട് ആഫ്റ്റർ ഐ സക്സസ്ഫുള്ളി ഡിഡ് മൈ ജോബ് ഹി റെഫ്യൂസ്ഡ് ടു ഗിവ് മീ ദ എമൗണ്ട് ഇൻ ഫുൾ. I will teach him a lesson so that he won't cheat anymore. I will fill this country full of mice. ഇനി നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, പക്ഷേ എല്ലാ എക്സാമിനും ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഫസ്റ്റത്തെ ആക്ടിവിറ്റിയും ലാസ്റ്റത്തെ ആക്ടിവിറ്റിയും കമ്പൽസറിയാണ്, എല്ലാത്തിനും ഉണ്ടാവും. പക്ഷേ ലാസ്റ്റത്തെ ആക്ടിവിറ്റി വളരെ സിമ്പിളാണ്. ഓക്കെ, എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരിക. സെൻറ്റൻസൊക്കെ മാറാം, പക്ഷേ കറക്ഷനൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. ടോട്ടോസ് ആൻഡ് റീച്ച് സ്കൂൾ. ഇവിടെ റീച്ച് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? എന്തെങ്കിലും ഒന്നുണ്ടാവും പാസ്റ്റ് ടെൻസിൽ തരാൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. നമ്മൾ 5 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് 5 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊക്കെ നിങ്ങൾ എഡിറ്റിംഗ് നോക്കിയാൽ നിങ്ങൾക്കറിയാം പാസ്റ്റ് ടെൻസിൽ എഴുതാൻ എന്തായാലും ഒന്നുണ്ടാവും. അപ്പോൾ റീച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റീച്ച്ഡ്. ഒരു ഇടി നിങ്ങൾ കൂട്ടിയിട്ട് കൊടുക്കുക. ഇനി എന്താണ്? റീച്ച്ഡ് ദ സ്കൂൾ. ഷീ ഫൗണ്ട് യാസുക്കി ജാൻ വെയിറ്റിംഗ് അറ്റ് ദ സ്കൂൾ ഗ്രൗണ്ട്. അപ്പം വെയിറ്റിംഗ് അറ്റ് ദ എന്നല്ല നമ്മൾ പറയേണ്ടത്. അവിടെ ഒരു പ്രിപ്പോസിഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. വെയിറ്റിംഗ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹീ ഒൺലി വാസ്. അപ്പോൾ ഇതും എപ്പോഴും വരുന്നതാണ്. വേർഡ് ഓർഡർ ചേഞ്ച് കൊടുക്കുക. ഹി വാസ് ഒള്ളി എന്നാണ് ഇവിടെ വേണ്ടത്. വേർഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഹി ഒള്ളി വാസ് എന്നുള്ള ഹി വാസ് ഒള്ളി 4 years older than ടോട്ടോ ജാൻ.
ഇവിടെ ബട്ടിന് എന്താ കുഴപ്പം? ബട്ട് ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. അപ്പോൾ ബട്ട് ഹി ഓൾവേസ് സൗണ്ട് മച്ച് ഓൾഡർ ദാൻ ഹി. ഇനി ഇവിടെ എന്താണ്? ഹി സ്പോക്ക്. ഇവിടെ സ്പോക്കിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, SPOKE. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ചിലപ്പം വായിച്ചാൽ മനസ്സിലായത് എന്തായിരിക്കും മിസ്റ്റേക്ക് എന്നൊക്കെ നിങ്ങൾ അങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ടെൻസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കുക. പാസ്റ്റ് ടെൻസ് ആക്കേണ്ട അടുത്ത് പാസ്റ്റ് ടെൻസ് ആക്കുക. പിന്നെ പ്രിപ്പോസിഷനിൽ എന്തോ മാറ്റം ഉണ്ടോ നോക്കുക. പിന്നെ വേർഡ് ഓർഡർ എന്തായാലും തരും. ഒള്ളി വാസ് എന്നുള്ള വാസ് ഒള്ളി അങ്ങനെ എന്തായാലും തരും, അതും നിങ്ങൾ നോക്കുക. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നുണ്ടോ നോക്കുക. പിന്നെ സ്പെല്ലിംഗ് തെറ്റ്. ഇത്രയും കാര്യങ്ങൾ എല്ലാ എഡിറ്റിങ്ങിലും ഉണ്ടാകുന്നതാണ്. 5 എണ്ണം നിങ്ങൾ കറക്റ്റാക്കി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാം എങ്ങനെയൊക്കെ സിമ്പിളാക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരു 5ഓ 6ഓ വീഡിയോസ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് ഈ ഓൺലൈൻ ക്ലാസ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതൊക്കെ ഒന്ന് നോക്കുക. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിക്കുക. നമുക്ക് റീഅറേഞ്ച് ചെയ്യുന്ന സ്റ്റോറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് നമ്മുടെ കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റീഅറേഞ്ച് ദ സ്റ്റോറി, എഡിറ്റിങ്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? എഡിറ്റിങ്, അതേപോലെ കോൺവെർസേഷൻ, പിന്നെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതൊന്നല്ല ഇനി വരെ, ഇനി വേറൊരു പിക്ചറായിരിക്കും. അപ്പോൾ ഒക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പമുള്ള 4 എണ്ണം അറ്റംപ്റ്റ് ചെയ്യുക. അതിൽ 5 ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നിങ്ങൾക്കറിയാം, ആക്ടിവിറ്റി കമ്പൽസറിയാണ്. അത് ഒഴിച്ചിട്ട് ബാക്കി 4 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊന്ന് നിങ്ങൾക്ക് ഓപ്ഷനാണ്. നിങ്ങൾക്ക് അറിയാവുന്ന 5 എണ്ണത്തിൽ അറിയാവുന്ന 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ നോക്കുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.